The greatest treasure wasn't the gold, my love, but the stories they shared along the way. വലിയ മരങ്ങളുള്ള ഒരു കാടിന്റെ ഉള്ളിൽ ബണ്ടി എന്നു പേരുള്ള ഒരു തവിട്ടു നിറമുള്ള കരടി താമസിച്ചിരുന്നു. ബണ്ടിക്കോ ഒരൊറ്റ ഇഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ. തേൻകൂടുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയിരുന്ന സ്വർണ്ണ നിറമുള്ള ഒട്ടിപ്പിടിക്കുന്ന മധുരമുള്ള തേൻ. എല്ലാ ദിവസവും രാവിലെ അവൻ തേൻകുന്നിൻ മുകളിലേക്ക് നടന്നു പോകുമായിരുന്നു. അവിടെ നൂറുകണക്കിന് തേനീച്ചകൾ മഞ്ഞപ്പൂക്കൾക്കിടയിൽ മെല്ലെ മൂളിപ്പറക്കുമായിരുന്നു. അവ അവന്റെ കൂട്ടുകാരുന്നു. ആദ്യം ബണ്ടി ക്ഷമയോടെ കാത്തിരിക്കും. തേനീച്ചകൾ അവയുടെ ജോലി കഴിഞ്ഞ് പറന്നുപോകുമ്പോൾ അവൻ ഒരു കൂട്ടിൽ നിന്ന് കുറച്ച് തേൻ മാത്രം രുചിച്ചു നോക്കും. എന്നാൽ അധികം വൈകാതെ അവന്റെ അത്യാഗ്രഹം കൂടി. അവൻ കൂടുതൽ തേനെടുക്കാൻ തുടങ്ങി. ഒരു കൂട്, പിന്നെ 2. അവസാനം എല്ലാ കൂടുകളിൽ നിന്നും തേനീച്ചകൾ ക്ഷീണിച്ച് വിശന്ന് തിരികെ വന്നപ്പോൾ അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തേൻ മുഴുവൻ കാണാനില്ലായിരുന്നു. പേടിച്ചും വിഷമിച്ചും അവർ തേൻകുന്നിൽ നിന്ന് ദൂരേക്ക് സുരക്ഷിതമായ ഒരിടത്തേക്ക് പറന്നുപോകാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ബണ്ടി ഉണർന്നപ്പോൾ കാട് നിശബ്ദമായിരുന്നു. തേനീച്ചകളുടെ മൂളൽ ശബ്ദമില്ലാതായിരുന്നു. തേനീച്ചകളില്ലാതെ പൂക്കൾ വാടാൻ തുടങ്ങി. കാടിന് ജീവനില്ലാത്തതുപോലെ തോന്നി. മൂളൽ ശബ്ദമില്ല, നിറങ്ങളില്ല, മധുരമില്ല. ബണ്ടി തേൻകുന്നിലേക്ക് പോയി. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. തേനീച്ചകളില്ല, തേനില്ല, നിശബ്ദതയും ഉണങ്ങിയ തേൻകൂടുകളും മാത്രം. അവൻ അവിടെയിരുന്നു. അവന്റെ വലിയ കൈകളിൽ തേൻ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവന് കുറ്റബോധം തോന്നി. അവന് തേൻ മാത്രമല്ല നഷ്ടമായത്, കൂട്ടുകാരെയും. അവർ കാടിനു നൽകിയ ജീവനും അവന് നഷ്ടപ്പെട്ടു. ഒരു ദിവസം രാവിലെ മങ്ങിയ സൂര്യോദയം നോക്കി ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് നേരിയ ഒരു മൂളൽ ശബ്ദം കാറ്റിലൊഴുകിയെത്തി. ബണ്ടിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളി. തേനീച്ചകൾ! അവ എവിടെയോ ഉണ്ട്. അവൻ തെറ്റുകൾ തിരുത്താൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം അവൻ കഠിനാധ്വാനം ചെയ്തു. ശരിക്കും കഠിനാധ്വാനം ചെയ്തു. അവൻ കാടിന്റെ എല്ലാ കോണിൽ നിന്നും കാട്ടുപൂക്കൾ ശേഖരിച്ച് തേൻകുന്നിൽ മുഴുവൻ നട്ടു. അവ വാടിപ്പോകാതിരിക്കാൻ അവൻ അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു. തേനീച്ചകൾക്ക് സുരക്ഷിതമായിരിക്കാൻ അവൻ ഇലകൾ കൊണ്ട് ചെറിയ അഭയകേന്ദ്രങ്ങളുണ്ടാക്കി. പതിയെ നിറങ്ങൾ തിരികെ വന്നു. ചെറിയ മൊട്ടുകൾ വിരിഞ്ഞു. കാറ്റിൽ വീണ്ടും മധുരമുള്ള സുഗന്ധം നിറഞ്ഞു. ഒരു തെളിഞ്ഞ രാവിലെ തേനീച്ചകൾ തിരികെ വന്നു. കൗതുകത്തോടെ, ശ്രദ്ധയോടെ, പക്ഷെ പ്രതീക്ഷയോടെ. അവർ പൂക്കളും ബണ്ടിയുടെ കരുതലും അവന്റെ മനസ്സിലെ മാറ്റവും കണ്ടു. അവർ അവരുടെ കൂടുകൾ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി. ബണ്ടി പിന്നെ ഒരിക്കലും അവയെ തൊട്ടില്ല. അന്നുമുതൽ അവൻ അടുത്തു തന്നെ ചിരിച്ചുകൊണ്ട് ഇരിക്കും അവന്റെ ചെറിയ കൂട്ടുകാർ മൂളിപ്പറക്കുന്നത് നോക്കി. ഇടയ്ക്കിടെ തേനീച്ചകൾ അവന്റെ പാദത്തിനടുത്ത് ഒരു ചെറിയ തേൻ കഷണം ഇട്ടുകൊടുക്കും. ഭയം കൊണ്ടല്ല, സൗഹൃദം കൊണ്ടുള്ള ഒരു മധുര സമ്മാനം. അങ്ങനെ തേൻകുന്ന് വീണ്ടും പൂത്തുലഞ്ഞു. മുൻപെങ്ങുമില്ലാത്തതിനേക്കാൾ ഭംഗിയോടെ. കൂടുതൽ എടുത്താൽ മധുരം പോലും ഇല്ലാതാകുമെന്ന് ബണ്ടി മനസ്സിലാക്കി. എന്നാൽ കൊടുത്താൽ ജീവിതം ലോകത്തിലെ ഏത് തേനിനേക്കാളും മധുരമുള്ളതാകും. നിങ്ങളുടെ പങ്കുമാത്രം എടുക്കുക. യഥാർത്ഥ മധുരം സ്നേഹിക്കുന്നതിലും തിരികെ നൽകുന്നതിലുമാണുള്ളത്. Hey little ones, don't forget to like and subscribe. And parents, check out our other amazing stories in the channel as well.